ലോകത്തിന്റെ പോപ്പ് രാജാവ് മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജാക്സന്റെ ആത്മകഥയുടെ പേര് മൂൺ വാക്ക് എന്നാണ്. മൂൺ വാക്ക്. അപ്പൊ ആ പേരിൽ തന്നെ ഒരു കിടിലായിട്ടൊരു ചിത്രം ദേ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പടം കണ്ടു, മൂൺ വാക്ക്. അപ്പൊ ഈ ചിത്രത്തിന്റെ സംവിധാനം വിനോദയൊക്കെയാണ്. ഈ വിനോദയൊക്കെ നല്ലതുപോലെ പണി ചെയ്യാവുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. നല്ലതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഡാൻസിന്റെ മയമാണ് സിനിമ നമുക്ക് തരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. കാരണം 85-90 കാലഘട്ടത്തിലെ കുട്ടികള് അവര് കൊച്ചു ടീമുകളൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് കാസറ്റൊക്കെ മേടിച്ചു കൊടുന്ന് ഇങ്ങനെ ടേപ്പ് റെക്കോർഡിൽ ഇട്ടിട്ട് ആ പാട്ട് വെച്ചിട്ട് അവർ സ്വന്തമായിട്ട് സ്റ്റെപ്പുകളൊക്കെ മെനഞ്ഞെടുത്ത്, അതായത് ഇങ്ങനെ ചില്ലിലൂടെ ഒക്കെ പോകുന്നതും അതുപോലെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നതും ചന്ദ്രനിലൂടെ നടക്കുന്ന ഒരു സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്ന മൂൺ വാക്ക്. മൈക്കിൾ ജാക്സനെ അത്രയേറെ മനസ്സിലിട്ട് ആഗ്രഹിച്ച് വളർത്തിയെടുത്ത് കൊണ്ടുവന്ന സ്റ്റെപ്പുകൾ മെനഞ്ഞെടുത്ത ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നൊസ്റ്റാൾജിക് ഫീല് തരുന്ന, അത്രയേറെ നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ സിനിമയിലേക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ അങ്ങോട്ട് അടുത്ത് പോകും. അതേപോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പടമാണ്. ഈ ബോണിയം സിംഗേഴ്സിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ഡാൻസിന്റെ ആ ഒരു കാലത്തേക്ക് കടന്നു വന്നത്. അപ്പൊ അത് ചെയ്തവര്, അതായത് ആ ഡാൻസിനെ അത്രയും സ്നേഹിച്ചവരൊക്കെ ഇപ്പോഴും അത് മനസ്സിലിട്ട് ഇങ്ങനെ താലോലിക്കുന്നുണ്ടാവും. അവരെന്തായാലും ഡാൻസിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ കാണുമ്പോണ്ടല്ല കണ്ണുകളിലൂടെ ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു ഫീല് കിട്ടും. അതുപോലെ നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ഈ കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെയുള്ള അഭിനയമൊന്നും ഇതിലില്ല. പിള്ളേരൊക്കെ ഈ പയ്യന്മാര് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. മനോജ് മോസസ് കരാട്ടെ ഷാജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നു. അരുൺ, അപ്പു, അതുപോലെ 2-3 പെൺകുട്ടികൾ. ഇവരെല്ലാവരും അടിപൊളിയായിട്ട് നല്ലതുപോലെ നല്ലൊരു ഈ സിനിമ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. കാരണം ഈ ചിത്രം തിയേറ്ററിൽ കാണണം എന്ന് പറയാൻ കാരണം ഇതിന്റെ മ്യൂസിക് ഈ സിനിമയുടെ ജീവനായി മാറിയിരിക്കുന്നു. അതുപോലത്തെ മ്യൂസിക്. ആമേൻ സിനിമയിലെ മ്യൂസിക് ഒക്കെ ചെയ്ത പ്രശാന്ത് പിള്ളയാണ് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റിയുടെ ആ ഡിസൈനൊക്കെ അടിപൊളിയാക്കി മാറ്റിയ രംഗനാഥ് രവിയും അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കോസ്റ്റ്യൂംസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ധന്യയാണ്. കൊറിയോഗ്രാഫി ഡാൻസിന്റെ ഒരു മെത്തേഡ്, അതായത് ഡാൻസിന്റെ ഒരു സെറ്റപ്പ് നമുക്ക് ആ പഴയ പോയ കാലത്ത് ഓർമ്മപ്പെടുത്തുന്ന ആ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള കൊറിയോഗ്രാഫി സെറ്റായിട്ട് ചെയ്തിട്ടുള്ള ശ്രീജിത്ത് ഡാൻസിലേഴ്സ് അദ്ദേഹവും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. സിനിമയുടെ DOP ചെയ്തിരിക്കുന്നത് അൻവർ ഷായാണ്. അൻവർ ഷാ കിടിലിനായിട്ട് ചെയ്തു. അപ്പൊ മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ, വലിയ സൂപ്പർ ഹിറ്റ് താരങ്ങളൊന്നും കൊണ്ടുവന്ന് വെച്ചാൽ അഭിനയിച്ച് വിജയം കൊയ്യേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനോദ് ഒക്കെ സംവിധാനം ചെയ്ത ചിത്രം ഒരുക്കിയിരിക്കുന്നത്, പ്രസൻസ് ആയിട്ട് അത് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് LJP ആണ്. നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി. അടിപൊളി. പുള്ളിക്ക് അറിയാം ഈ സിനിമ എന്താണ് ജനങ്ങൾക്ക് നൽകാൻ ഉള്ളതെന്നും ആ സിനിമയിൽ നിന്നും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും പുള്ളി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. നല്ലൊരു ചിത്രം, നല്ലൊരു അടിപൊളി ചിത്രം. നമ്മുടെ സിനിമ കാണുമ്പോൾ അത് ഒരു നിറവ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ഒരു നിറവ് ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു ചിത്രം തന്നെയാണ്. അതുപോലെ ഈ ചിത്രത്തിന്റെ ചില സീനുകളൊക്കെ നമുക്ക് കുറച്ച് വലിച്ചിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, കുറച്ച് മാത്രമേ ഉള്ളൂ. അതങ്ങനെ ഒരുപാടൊന്നും തോന്നിയില്ല, ചിലത് മാത്രം. അതുപോലെ പ്രണയ സീനുകളൊക്കെ എടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്ക് പെയ്യുന്ന ഒരു രസമൊക്കെ നമുക്കത് അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള ഒരു കൊച്ചു ചിത്രമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധന്യബാലകൃഷ്ണനാണ് കോസ്റ്റ്യൂംസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഈ പയ്യന്മാര് കിടിലാക്കി അത് അഭിനയിച്ചേ ഇരിക്കുകയാണ്. ഈ ചിത്രം നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് മാറി നിൽക്കുന്നു, അഭിനയം മാറി നിൽക്കുന്നു, അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ലൊരു അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നു. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സിനിമ. അതാണ് മൂൺ വാക്ക്. പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ ഒരുപാട് വിവാദങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളാണ്. എന്നാലും അദ്ദേഹത്തിന് കോടാനുകോടി ആരാധകരുണ്ട് ഈ ലോകത്ത്. ഇപ്പോഴും അദ്ദേഹം ഈ മൺമറഞ്ഞു പോയി, ഇപ്പൊ ഭൂമിയിലില്ല. എന്നിരുന്നാലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എത്ര യുവതലമുറ ഇന്നുണ്ടെന്ന് അറിയാമോ? അദ്ദേഹം ബാലപീഡന ഉള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേട്ട ഒരാളാണ്. 2 വിവാഹം കഴിച്ചു. ആ വിവാഹം വിവാദപരമായിട്ടൊക്കെ നിലനിന്നു. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു മനുഷ്യനായിട്ടും കൂടി അദ്ദേഹത്തിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ത്രില്ലർ എന്ന് പറഞ്ഞ ആൽബമൊക്കെ കിടിലോസ്കി സംഭവങ്ങളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വരവെന്ന് പറഞ്ഞ ഒറ്റക്ക് വഴിവെട്ടി വന്നവനാണെന്ന് പറയുന്നതിന്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന, ആ പദപ്രയോഗത്തിനൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പേരാണ് മൈക്കിൾ ജാക്സൺ. അപ്പൊ മൈക്കിൾ ജാക്സനെ ആർക്കും ഇഷ്ടമല്ലാത്തതായിട്ടില്ല. ലോകത്തുള്ള എല്ലാവർക്കും, ബ്രേക്ക് ഡാൻസിനെയൊക്കെ മനസ്സിൽ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെ മനസ്സിലൂടെ ഒഴുകി നടക്കുകയാണ്. അപ്പൊ ഈ കൊച്ചു ചിത്രം മൂൺ വാക്ക് എന്ന് പറഞ്ഞ ഈ കൊച്ചു ചിത്രം തീർച്ചയായിട്ടും നമ്മളെ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ ലയിപ്പിക്കും. പിന്നെ ഈ ചിത്രത്തിന്റെ ലാസ്റ്റ് 15 മിനിറ്റ് അത് അപാരം തന്നെ ആയിപ്പോയി. കിടിലൻ. ഈ സിനിമയുടെ ആത്മാവ് അവിടെ കുടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലത്തെ ഒരു പയ്യന്മാര് കയറി കൊളുത്തി അടിപൊളിയായിട്ട് അതിന്റെ സീനും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ് എല്ലാവരെയും അതില്ല, സിനിമയുടെ രസം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. മ്യൂസിക് അടിപൊളിയാണ്. സിനിമ മൊത്തത്തിൽ ഒരു ഗംഭീര പടമാണ്. ഉഗ്രൻ ചിത്രം. നല്ലതുപോലെ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അടിപൊളി പടമാണ് മൂൺ വാക്ക്. അപ്പൊ എല്ലാവരും പോയി കാണാം. അടിപൊളി.